ഇന്ന് ചിങ്ങ 1 പുതുവർഷാരംഭം. ഐശ്വര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പുതുവർഷാരംഭമായതിനാൽ ഭക്തിമാർഗം പിടിക്കാമെന്ന് വെച്ച് മിഥിലാപുരിക്കടുത്തുള്ള ശ്രീകൃഷ്ണപുരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. ഇവിടം കാണാൻ തന്നെ അതിമനോഹരമാണ്. ഇരു ക്ഷേത്രങ്ങൾക്കുമിടയിൽ പന്തലിച്ച് കിടക്കുന്ന ആൽമരവും ആൽമരത്തിന് കീഴെയായി കിടക്കുന്ന ഊഞ്ഞാലുകളും ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. യുവാവായ കൃഷ്ണഭഗവാനെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരാം. കണ്ണനൊരു നെയ്വിളക്ക് തെളിയിക്കാമെന്ന് വിചാരിച്ച്. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. അമ്പലത്തിൽ എല്ലാവരും ഉണ്ടാവാറുണ്ട് വരുമ്പോൾ. ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഈ ചന്ദനം തൊടിയിക്കലൊക്കെ കാണുമ്പോൾ നിങ്ങൾ പഴയ കല്യാണത്തിൻ്റെ ഒരു വീഡിയോസിൻ്റെ ഫീലൊക്കെ കിട്ടും. അതൊന്നും വലിയ കാര്യമാക്കണ്ട. കൂട്ടിയിട്ടാണ് അമ്പലത്തിൽ വരാറ്. നമ്മളവരെ കൂട്ടിയിട്ടില്ല. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവരും കൂടെ ഉണ്ടെങ്കിൽ അവർ ഓടി കളിക്കുകയും വീഴുകയൊക്കെ ചെയ്യും. നോക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൈസായിട്ട് അവരങ്ങ് ഒഴിവാക്കി ഞങ്ങൾ. ഈ വലിയ ആൽമരത്തിൻ്റെ പുറകിലായിട്ടാണ് പണ്ട് മുതലേ ഇവിടെയുള്ള പൂർവികർ ആരാധിച്ചിരുന്ന ഒരു ഭഗവതി സങ്കല്പത്തെ കൂടിയിരുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒന്ന് തൊഴാം. ഇതിന് തൊട്ടടുത്തായിട്ട് ഈ അമ്പലത്തിലെ നാഗപ്രതിഷ്ഠയാണ്. ഇതിൻ്റെ പുനഃപ്രതിഷ്ഠയൊക്കെ കുറച്ച് നാൾക്ക് മുന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇവിടുത്തെ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്തത് ധർമ്മശാസ്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനിടയിൽ നമ്മളെ ക്ഷേത്രക്കുളമുണ്ട്. അത് നല്ല വലിപ്പത്തിലുള്ള കുളമാണ്. ഞങ്ങളതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കലുള്ള കാരണം താഴത്തേക്ക് ഇറങ്ങിയില്ല. അവിടെ നിന്നിട്ട് തിരിച്ചു പോന്നു. അടുത്തത് നമ്മൾ ശാസ്താവിനെയാണ് തൊഴാൻ പോകുന്നത്. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലെ പ്രസാദം വേറൊരു ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് പുറത്ത് വെച്ച് ഉള്ളിലേക്ക് കയറുകയാണ്. പത്നി പുത്ര സമേതനായി ശ്രീധർമ്മശാസ്താവ് ഒറ്റ പീഠത്തിൽ വാണരുളുന്ന അത്യപൂർവമായ ക്ഷേത്രമാണിത്. ഇവിടെ കാണുന്ന ഈ ബോർഡിൽ കണ്ടകശനി, അഷ്ടകശനി, 7.5 ശനി അങ്ങനെ 2-3 ശനികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഏത് ശനിയാണുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിതാ അടുത്ത ഭാഗത്തേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. ഇനിയുള്ളത് മലനടയാണ്. ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ തേങ്ങ ഉടച്ച് പോകുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അടുത്തത് ക്ഷേത്രത്തിലെ ഭഗവതി സങ്കല്പമാണ്. അവിടെ പ്രാർത്ഥിച്ച് തൊഴുത് അവിടെ വലിയൊരു പാലം വരെയൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ രക്ഷസിൻ്റെ അടുത്ത് പോയി അവിടെയും തൊഴുത് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഊഞ്ഞാലാടണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇവിടെ വന്നാൽ ഊഞ്ഞാലാടൽ നിർബന്ധമാണ്. സാധാരണ ഞങ്ങളല്ല ആടാറ്, കുട്ടികളാണ് ആടാറ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഊഞ്ഞാലിന് ഞങ്ങളെയും താങ്ങാൻ പറ്റുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ തമ്മിലൊരു ചെറിയ അടിപിടിയാണ്. ആരാടും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഐശ്വര്യം നിറഞ്ഞ പുതുവത്സരാശംസകൾ.